പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രത്യേക താൽപര്യമെടുത്ത് ഇന്ത്യയിൽ നിയമിച്ചിട്ടുള്ള അംബാസിഡർ സെർജിയോ ഗോറ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടപ്പോൾ ട്രംപിന്റെ ഒരു സമ്മാനം കൈമാറുകയുണ്ടായി. ഈ ട്രംപും മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് രണ്ടുപേരും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു ഇമേജും അതിൽ ട്രംപ് എഴുതി ഒപ്പിട്ടിരിക്കുന്നത് മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ യു ആർ ഗ്രേറ്റ് എന്നാണ്. താങ്കളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ മിസ്റ്റർ ട്രംപ് എന്നായിരിക്കും ഇത് കാണുന്ന ഓരോരുത്തരും വിചാരിക്കുന്നത്. അയാളെ മനസ്സിലാക്കാൻ പറ്റില്ല, അതൊരു വല്ലാത്ത ജന്മമാണ്. അപ്പൊ എന്തായാലും ഈ സെർജിയോ ഗോറിനെ കുറിച്ചും ട്രംപിന്റെ ഇപ്പോഴത്തെ പോളിസികളെ കുറിച്ചും നമുക്ക് തുടർന്ന് നോക്കാം. അമേരിക്കൻ പ്രസിഡന്റിന്റെയും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ സ്റ്റേറ്റ്മെന്റുകൾ കാണുന്ന ഏതൊരു മനുഷ്യനും സ്വയം തോന്നുന്ന ഒരു കാര്യമുണ്ട്, ഇവർക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്നുള്ളൊരു കാര്യം. ആളുകളെ തെറ്റു പറയാൻ പറ്റില്ല. ഒരുപാട് പേര് അങ്ങനെയുള്ള കമന്റുകളൊക്കെ ഇത്തരം വാർത്തകളുടെ താഴെ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇന്നൊന്ന് പറയും, നാളെ മറ്റൊന്ന് പറയും. ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് ഡെഡ് എക്കണോമി എന്ന് പറയുന്ന അതേ അമേരിക്കക്കാർ തന്നെയാണ് ഇന്ത്യൻ എക്കണോമിയിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നതും ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഡെഡ് എക്കണോമി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ അതേ ഇന്ത്യയിലേക്കാണ് അമേരിക്കയിലെ കുത്തക കമ്പനികൾ എന്നറിയപ്പെടുന്ന, അമേരിക്കയിലെ വമ്പൻ കമ്പനികൾ എന്നറിയപ്പെടുന്ന ആമസോണും ആപ്പിളും ഗൂഗിളും മെറ്റയും ഒക്കെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ഡോളർ. ഇതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇത് പറയാനുണ്ടായ കാരണം, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു പുതിയ അംബാസിഡറെ ഇന്ത്യയിലേക്ക് നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സെർജിയോ ഗോർ എന്നാണ്. അപ്പൊ ഈ സെർജിയോ ഗോർ ഡൽഹിയിൽ സ്ഥാനമേറ്റ ഉടനെ തന്നെ അദ്ദേഹം വന്ന് പറഞ്ഞ കാര്യം, അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആണ് എന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞു തരികയാണ്, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് റിയൽ ആണ്. അമേരിക്കയുടെ ഏറ്റവും അത്യാവശ്യമുള്ള പങ്കാളി ഇന്ത്യയാണ്. എന്ന് വെച്ചാൽ ബാക്കി എല്ലാ രാജ്യങ്ങളിലും വെച്ച് അമേരിക്കയ്ക്ക് ഏറ്റവും അത്യാവശ്യമുള്ള പങ്കാളി ഇന്ത്യയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാജ്യത്തിന്റെ പ്രതിനിധിയായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ ഉള്ള സന്തോഷം അദ്ദേഹം മറച്ചു വയ്ക്കുന്നുമില്ല. അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാനായിട്ട് പ്രസിഡന്റ് ട്രംപ് അടുത്ത വർഷമോ മറ്റോ ഇന്ത്യയിലേക്ക് വന്നേക്കും എന്നുകൂടി പറയുന്നുണ്ട്. മാത്രമല്ല വേറെ പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. യഥാർത്ഥ സുഹൃത്തുക്കൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അവർ എപ്പോഴും അവരുടെ വ്യത്യാസങ്ങൾ അവസാനം പരിഹരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇപ്പോഴുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടല്ലോ, ഇത് അവസാനം, ഇതിന്റെ അന്തിമം എന്ന് പറയാം, അന്തിമ ഘട്ടത്തിൽ ഇതിന്റെ എൻഡ് എന്ന് പറയുന്നത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് പരിഹരിക്കപ്പെടുന്നതിലായിരിക്കും എന്നാണ് ഈ അംബാസിഡർ സെർജിയോ ഗോർ പറയുന്നത്. സെർജിയോ ഗോർ ഇന്ത്യയുടെ അംബാസിഡർ ആകുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം ഇന്ത്യയുടെ അംബാസിഡർ മാത്രമല്ല, ഇന്ത്യയിലെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് അമേരിക്കയുടെ സൗത്ത് ഏഷ്യയിലെയും സെൻട്രൽ ഏഷ്യയിലെയും പോളിസികൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം. അമേരിക്കയുടെ എംബസികൾ നമ്മൾ എടുത്തു നോക്കിയാൽ ഇന്ത്യയിലുള്ള എംബസി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ അമേരിക്കയുടെ വലിയ എംബസികളിലൊന്നും, ഒരുപാട് അമേരിക്ക പ്രാധാന്യം കൊടുക്കുന്ന എംബസികളിലൊന്നുമാണ്. അമേരിക്കയുടെ അടുത്ത പങ്കാളികളായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉള്ളതിനേക്കാൾ വലിപ്പമുള്ളതും ഫെസിലിറ്റീസ് ഉള്ളതുമായിട്ടുള്ള എംബസികളാണ് അമേരിക്ക ഇന്ത്യയിൽ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പം ഇതിന് കാരണമെന്ന് പറയുന്നത് അമേരിക്ക ഇന്ത്യയെ ഒരു ഗ്ലോബൽ പവറായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ അമേരിക്കയുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു പവറായിട്ട് അവർ കണക്കാക്കുന്നില്ല. അതിൽ നമുക്ക് അവർ തെറ്റു പറയാനൊന്നും പറ്റില്ല. നമ്മളെക്കാൾ അവർ പവർഫുൾ ആണ്, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അപ്പോൾ തന്നെ അമേരിക്ക ഇന്ത്യ ഒരു ഗ്ലോബൽ പവറായിട്ടാണ് കാണുന്നത്. അപ്പൊ സൗത്ത് ഏഷ്യയിലും സെൻട്രൽ ഏഷ്യയിലും അമേരിക്ക ഒരു പ്രധാന ശക്തിയായിട്ട് ഇന്ത്യ അംഗീകരിക്കുന്നത് കൊണ്ടുകൂടിയാണ് ഇന്ത്യൻ അംബാസിഡറിന് തന്നെ ആ ചുമതലകൾ കൂടി ഒരുപക്ഷെ നൽകിയിട്ടുണ്ടാവുക. ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എപ്പോഴും മറ്റുള്ളവർ അമേരിക്ക പറയുന്നത് ഒബേ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യമാണ്. ഇനി ഏതെങ്കിലും ഒരു രാജ്യം, ഇപ്പൊ ഇന്ത്യ ഒരു ഗ്ലോബൽ പവർ ആണെന്ന് പറയുന്നു, അപ്പോൾ ആ ഒരു ഗ്ലോബൽ പവർ അമേരിക്കയ്ക്ക് ഒരു കോമ്പറ്റേറ്ററായിട്ട് അമേരിക്കയ്ക്ക് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മേഖലയിൽ ഒരു വെല്ലുവിളിയാണെന്ന് തോന്നുമെങ്കിൽ അമേരിക്ക നമ്മളെ സമ്മർദ്ദങ്ങളിൽ പെടുത്താനേ ശ്രമിക്കൂ. നേരിട്ടിപ്പോൾ വെനസ്വേലയിൽ പോയി കാണിച്ച പോലത്തെ സാഹസത്തിന് അമേരിക്ക ഒരിക്കലും തുനിയില്ല. ഇന്ത്യയെ ട്രേഡിന്റെ ഒരു കാര്യം മുന്നിൽ വെച്ചുകൊണ്ട്, ട്രേഡ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് താരിഫ് ഉപയോഗിച്ചുകൊണ്ടാണ് ശരിക്കും ട്രംപ് ഇന്ത്യയെ മെരുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതേ സമയത്ത് അമേരിക്ക ഈ യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് റഷ്യയെ മെരുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഭാവിയിൽ ചിലപ്പോൾ തായ്വാനെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ചൈനയെ ഒതുക്കാൻ നോക്കുന്നത്. താരിഫും ചൈനയ്ക്കെതിരെ അമേരിക്ക ആയുധമാക്കാനിടയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ അമേരിക്ക ഈ ഗ്ലോബൽ പവേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളെ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഏതെങ്കിലും ഒരു നിയന്ത്രണത്തിൽ പെടാത്ത രാജ്യങ്ങളെ പല രീതിയിൽ ഉപരോധങ്ങൾ, അങ്ങനെ പല പല വഴികളിലൂടെ ആയിരിക്കും അവർ ആ രാജ്യങ്ങളെ ഒതുക്കാൻ ശ്രമിക്കുന്നത്. അവർക്ക് കയറി അടിക്കാൻ ധൈര്യമുള്ള രാജ്യങ്ങളിൽ അവർ അങ്ങനെയും ചെയ്യും.
ഇപ്പോൾ തുർക്കിയെ പോലെയൊക്കെയുള്ള ദുർബലമായ രാജ്യങ്ങൾ അമേരിക്കയുടെ അധീനതയിൽപ്പെടുന്ന രാജ്യങ്ങളാണ്, അമേരിക്കയെ ഒബേ ചെയ്യുന്ന രാജ്യങ്ങളാണ്. ഇപ്പൊ തുർക്കിയൊക്കെ എല്ലാവരും വലിയ ശക്തിയായിട്ടൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കയുടെ കാൽക്കീഴിൽ കിടക്കുന്ന രാജ്യങ്ങളാണ് തുർക്കിയും പാകിസ്ഥാനും ഒക്കെ. അമേരിക്ക എന്ത് പറയുന്നു അതനുസരിക്കാൻ തയ്യാറാവുന്ന രാജ്യങ്ങളാണ്. അമേരിക്കയെ ഭയമാണ് ഈ രാജ്യങ്ങൾക്ക്. അതിലുപരിയായിട്ട് അമേരിക്കൻ പട്ടാളം തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വലിയ സംവിധാനങ്ങളോടുകൂടി കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അമേരിക്കയുടെ ആണവായുധം പോലും തുർക്കിയിൽ വിന്യസിച്ചിട്ടുണ്ട്. അപ്പൊ ആ രാജ്യത്തിന് എന്ത് പരമാധികാരമാണുള്ളത്? നാറ്റോ മെമ്പറായിട്ടുള്ള തുർക്കിയൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ദുർബല രാജ്യങ്ങളെ പോലെ അല്ല ഇന്ത്യയൊക്കെ. അമേരിക്ക ഒരു ഗ്ലോബൽ പവറായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഈക്വൽ ആയിട്ട് കാണുന്നില്ല, അതും നമുക്കറിയാം. പക്ഷെ അമേരിക്കയുടെ മുമ്പിൽ ഇപ്പോഴത്തെ പവേഴ്സായിട്ട് അവർ പരിഗണിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ പൊട്ടൻഷ്യൽ എനിമി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ത്രെട്ടായിട്ട് അവർ ഇന്ത്യയെ കാണാം. അതുകൊണ്ട് ഇന്ത്യയെ അവർ മെരുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ ആകണം സെർജിയോ ഗോറ് ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ടാവുക. പക്ഷേ അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഇന്ത്യ കുറെ കൂടെ ശക്തമായ നിലപാടെടുത്തപ്പോൾ സെർജിയോ ഗോറ് അദ്ദേഹത്തിന്റെ ശബ്ദം മയപ്പെടുത്തിയിട്ട് റിലേഷൻ മെച്ചപ്പെടുത്താനുള്ള ദൗത്യം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ട്രംപിനെ പോലെ ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്നതിന് പകരം തികഞ്ഞ ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥൻ എങ്ങനെയാണോ പെരുമാറേണ്ടത് അങ്ങനെ തന്നെ സെർജിയോ ഗോർ അദ്ദേഹത്തിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് തുടങ്ങിയിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ഏറ്റവും എസെൻഷ്യൽ പാർട്ട്ണറാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് അമേരിക്ക കൊടുക്കുന്ന പ്രാധാന്യമാണ് അത് വ്യക്തമാക്കുന്നത്. പക്ഷെ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ ഇന്ത്യയെ കിട്ടില്ല എന്ന് മോദി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും തമ്മിലുള്ള സൗഹൃദം അമേരിക്കയിലും ഇന്ത്യയിലും മാത്രമല്ല ലോകമൊട്ടാകെ ചർച്ചയായതാണ്. ആ സൗഹൃദത്തിൽ ഉണ്ടായിരിക്കുന്ന വിള്ളലുകൾ, മോദി എന്നെ വിളിച്ചിട്ടില്ല എന്നുള്ള ട്രംപിന്റെ തുറന്നു പറച്ചിൽ, മോദിയോട് എന്നോട് മോദിക്കും സ്വാഭാവികമായും ചില പിണക്കങ്ങളുണ്ട് എന്ന് തുറന്നു പറഞ്ഞ ട്രംപ് ആ പിണക്കം മാറ്റാനുള്ള പണി ഏൽപ്പിച്ചു വിട്ടിരിക്കുന്നത് മിക്കവാറും സെർജിയോ ഗോറിനെ തന്നെയായിരിക്കും. അമേരിക്ക കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഇന്ത്യയിലെ കർഷകരെ ബാധിക്കുന്ന തരത്തിൽ അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും കാർഷിക വിളകൾക്കും അല്ലെങ്കിൽ അമേരിക്ക ജനിതക മാറ്റം വരുത്തിയ വിളകൾക്കുമൊന്നും ഇന്ത്യൻ വിപണിയിലേക്ക് കടന്നു വരാനുള്ള അനുവാദം ഇന്ത്യ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. നമുക്കറിയാത്ത അടഞ്ഞ ഡോറുകൾക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളിൽ അമേരിക്ക ഒരുപാട് ഡിമാൻഡുകൾ വെച്ചിട്ടുണ്ടാവാം. ആ ഡിമാൻഡുകളൊക്കെ തന്നെ ഇന്ത്യ നിരാകരിച്ചിട്ടുമുണ്ടാവും. അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യക്ക് ദോഷകരമാവുന്ന തീരുമാനങ്ങൾ എടുക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്ക ഒട്ടും ഹാപ്പി അല്ല. പക്ഷേ ഇനി ഈ റിലേഷൻ ഇങ്ങനെ മോശമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അമേരിക്ക പെട്ടുപോകും. അപ്പോൾ സെർജിയോ ഗോറിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ട്രംപും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വിള്ളലുകൾ മാറ്റുക, പഴയ സൗഹൃദം പുനഃസ്ഥാപിക്കുക എന്നതായിരിക്കും ഇപ്പോൾ അമേരിക്ക പ്രാധാന്യം കൊടുക്കാൻ പോകുന്ന കാര്യം. സെർജിയോ ഗോറിന്റെ സംസാരം മുഴുവൻ കേൾക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യൻ ജനതയെ വല്ലാതെ പുകഴ്ത്തുന്നുണ്ട്. ഇന്ത്യൻ ജനതയുടെ പ്രതിരോധ ശേഷി, നവീകരണം, ആത്മീയത, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രശംസിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ ഒട്ടാകെ സന്ദർശിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു പതിറ്റാണ്ട് മുമ്പ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഉണ്ടായ സവിശേഷമായ അനുഭൂതികളെക്കുറിച്ച് അദ്ദേഹം വാചാലനാകുന്നുണ്ട്. നരേന്ദ്രമോദിയെ തന്റെ പ്രത്യേക സുഹൃത്തെന്ന് വിളിച്ചുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സന്ദേശം അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അവസാനമായിട്ട് പ്രസിഡന്റിനെ കണ്ടപ്പോൾ ഇന്ത്യയിൽ വന്ന ഓർമ്മകൾ വളരെ സന്തോഷത്തോടെ അദ്ദേഹം എന്നോട് പങ്കുവച്ചു എന്ന് നമ്മുടെ സെർജിയോ ഗോർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ മേലുള്ള സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് അമേരിക്ക പാക്സ് സിലിക്ക എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ജപ്പാൻ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, സിംഗപ്പൂര്, നെതർലൻഡ്, UK, ഇസ്രായേൽ, UAE, അതുപോലെ ഓസ്ട്രേലിയ, ഈ രാജ്യങ്ങളും അമേരിക്കയും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നേരത്തെ നമുക്കറിയാവുന്ന പോലെ അമേരിക്കയ്ക്ക് റെയർ എർത്ത് മിനറൽസിന്റെ കാര്യത്തിൽ കൺട്രോൾ വളരെ കുറവാണ്. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ ഗ്രോത്തിൽ ഈ ഒരു റെയർ എർത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റെയർ എർത്ത് മിനറൽസ് വളരെ അത്യാവശ്യമായതുകൊണ്ട് ഇത് കൺട്രോൾ ചെയ്യുന്നതായിട്ട് ചൈന. സോ ഇതിനെ ഓവർകം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക ഈ പാക്സിലിക്ക ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമുക്ക് അറിയാത്ത കാരണങ്ങളാൽ ഇന്ത്യ ആ സമയത്ത് അതിന്റെ ഭാഗമായിരുന്നില്ല. ചിലപ്പോൾ ഇന്ത്യ തന്നെ മാറി നിന്നതായിരിക്കാം. അമേരിക്ക ഡിമാൻഡ് വെച്ചിട്ടുണ്ടാവാം ഇന്ത്യയും ജോയിൻ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. ഇന്ത്യ ചിലപ്പോൾ എന്തെങ്കിലും കാരണത്താൽ മാറി നിന്നിട്ടുണ്ടാവും ആ സമയത്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഓഫർ ചെയ്തിട്ടുണ്ടാവില്ല. രണ്ടിനും സാധ്യതയുണ്ട്. പക്ഷെ ഇന്ന് ഗോർ പറയുന്നത് ഇന്ത്യ ഇതിൽ ജോയിന്റ് ചെയ്യും എന്നാണ്. അപ്പൊ ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടാകണം അമേരിക്ക ഈ വിഷയത്തിൽ. അപ്പൊ ഇന്ത്യ ചിലപ്പോൾ എഗ്രി ചെയ്തിട്ടുണ്ടാവാം ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട്. അപ്പൊ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് കാര്യം, അമേരിക്കയിൽ പോയിട്ട് നമ്മുടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും അവരുടെ മിലിറ്ററി ചീഫും കൂടെ മറ്റേ ഈ എവിടെ നിന്നോ കിട്ടിയ 3-4 പീസ് തിളക്കമുള്ള കല്ലുകളൊക്കെ കൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അത്
റെയർ എർത്ത് മിനറൽസ് എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ സാമ്പിൾസ് ഞങ്ങളുടെ ഇവിടെ ഇത് ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾ ഖനനം ചെയ്തെടുത്തോളൂ, ഞങ്ങളെ ഇന്ത്യ ആക്രമിക്കാതെ ഒന്ന് രക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു പോയി ട്രംപിനെ കണ്ടല്ലോ. ആ പാകിസ്ഥാനെ ഒന്നും ഇവിടെ അടുപ്പിച്ചിട്ട് പോലുമില്ല. പാകിസ്ഥാനൊന്നും മെമ്പർഷിപ്പ് ഓഫർ പോലും ചെയ്യുന്നില്ല. അമേരിക്ക പാകിസ്ഥാൻ F-35 ഓഫർ ചെയ്തിട്ടില്ല, ഇന്ത്യക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. സോ പാകിസ്ഥാനൊക്കെ അമേരിക്ക വെറും 10ാം രാജ്യമായിട്ട് പോലും കാണുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അത്രയും അവർ പാകിസ്ഥാനെയൊക്കെ ഒരു യൂസ് ആൻഡ് ത്രോ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഇതൊന്നും പാകിസ്ഥാൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വേറെ കാര്യം. എന്തായാലും ഇന്ത്യയുടെ മുമ്പിൽ ഈ ഒരു പാക്സിലിക്ക എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ത്യയും ഇതിൽ ചിലപ്പോൾ ജോയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ ഗോറിന്റെ മുഴുവൻ പ്രസംഗം കേൾക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ ട്രംപ് നരേന്ദ്രമോദിയെ കാണാനുള്ള സാധ്യതകളും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു പക്ഷേ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു കൂടിക്കാഴ്ചയൊക്കെ അടുത്ത വർഷം സംഭവിക്കാം കേട്ടോ. ട്രംപിന് അങ്ങനെ വാക്കിന് സ്ഥിരതയൊന്നുമില്ല. അയാൾ എന്തും പറയും, എന്ത് പൊട്ടത്തരവും പറയും, ഒരു ഉളുപ്പില്ല. വെറും കച്ചവടക്കാരനാണ്. കച്ചവടക്കാരനെന്ന് പറയുമ്പോൾ കോട്ടിട്ട തനി ലോക്കൽ കച്ചവടക്കാരനാണ്. ഒരു തരത്തിലുള്ള മര്യാദകളോ കച്ചവട നിയമങ്ങളോ പാലിക്കാത്ത ഒരാൾ. സൗദി രാജകുമാരൻ ഈ ഇദ്ദേഹത്തെ കാണാനായിട്ട് അമേരിക്കയിൽ പോയ സമയത്ത് മൂപ്പര് അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, 600 ബില്യൺ എന്ന് നമ്മളിപ്പോൾ പറയുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് 1 ട്രില്യന് മുകളിലോട്ടൊക്കെ എത്തും. അപ്പൊ ട്രംപ് ഉടനെ എന്താ പറഞ്ഞേ, അല്ല 1 ട്രില്യന് മുകളിൽ വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. എനിക്ക് ഭയങ്കര സന്തോഷമായി, അടിപൊളി, ഞാൻ പ്രതീക്ഷിച്ചില്ല, അത് സൂപ്പർ, എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞാൽ ട്രംപ് പിന്നെ അങ്ങ് കുഴഞ്ഞങ്ങ് മറിയുകയാണ്. കാരണം 1 ട്രില്യന്റെ ഇൻവെസ്റ്റ്മെന്റ് വരാന്ന് പറഞ്ഞപ്പോൾ ട്രംപ് അങ്ങ് അലിഞ്ഞുപോയി. അപ്പൊ ട്രംപ് അത്രേ ഉള്ളൂ. അപ്പോ ഇപ്പോ ഇന്ത്യ കടുംപിടുത്തം പിടിക്കുന്നു, ഇന്ത്യയോട് ഇവരുടെ കാര്യം നടക്കുന്നില്ല. അപ്പൊ അവർക്കറിയാം, അവരൊന്ന് ശ്രമിച്ചു നോക്കി, സംഗതി നടക്കുന്നില്ല, ഇത് നീണ്ടുപോവുകയാണ് ഇന്ത്യ US റിലേഷൻ. കൂടുതൽ നീണ്ടുപോയി കഴിഞ്ഞാൽ അമേരിക്കയ്ക്കും പണിയാവുമെന്ന് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് അവരിപ്പോ ഇന്ത്യയോട് അനുരഞ്ജനത്തിന്റെ സമീപനത്തിലേക്ക് പോകുന്നു എന്നാണ് ഈ അംബാസഡറിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.